സ്കിൽ ട്രെയിനിയുടെ കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം PSC എക്സാമുകൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഭാഗം തന്നെയാണ് കറണ്ട് അഫയേഴ്സ് സെക്ഷൻ. നമുക്കിതിന്റെ ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച വന്യജീവി സങ്കേതം, പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആറളമാണ് കേരളത്തിലെ ആദ്യ വന്യജീവി ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച വന്യജീവി സങ്കേതം. 1984 ഈ വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത്. 1984 നിലവിൽ വരുന്നത്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ആറളം തന്നെയാണ്. ആറളം വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം. എന്നാൽ കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈ സവാരി പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? തെന്മലയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈ സവാരി പാർക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കിയത്. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച വന്യജീവി സങ്കേതം ഏതാണ്? ആറളം. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. BR അംബേദ്കർ കേരളം സന്ദർശിച്ചതിന്റെ 75-ാം വാർഷികം ആചരിച്ചത്. BR അംബേദ്കർ കേരളം സന്ദർശിച്ചതിന്റെ 75-ാം വാർഷികം ആചരിച്ചതെന്നാണ് 2025. അതായത് ഈ വർഷം തന്നെയാണ് ഡോക്ടർ BR അംബേദ്കർ കേരളം സന്ദർശിച്ചതിന്റെ 75-ാം വാർഷികം. ഇത് മറ്റൊരു തരത്തിൽ ചോദിക്കാം. 2025 BR അംബേദ്കർ കേരളം സന്ദർശിച്ചതിന്റെ എത്രാമത് വാർഷികമാണെന്ന് ചോദിച്ചാൽ എത്രാമതാണ്? 75 ആണ്. 2025 BR അംബേദ്കർ കേരളം സന്ദർശിച്ചതിന്റെ എത്രാം വാർഷികമാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 75 ആണ്. അപ്പോഴും നമുക്ക് എപ്പോഴായിരിക്കാം, ഏത് വർഷത്തിലായിരിക്കാം കേരളം സന്ദർശിച്ചത്? 1950-ലാണ്. 1950-ലാണ് BR അംബേദ്കർ കേരളം സന്ദർശിച്ചത്. കാലയളവ് ജൂൺ 8 മുതൽ 11 വരെയുള്ള കാലയളവിലാണ് കേരളം സന്ദർശിച്ചത്. 2025 ജൂൺ 12 അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനം ഏതാണ്? 2025 ജൂൺ 12 അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനം ഏതാണെന്ന് ചോദിച്ചാൽ ബോയിങ് 7878 ഡ്രീം ലൈനറാണ് അപകടത്തിൽപ്പെട്ടത്. ടേക്ക് ഓഫ് ചെയ്ത് 5 മിനിറ്റിനുള്ളിൽ തന്നെ അടുത്തുള്ള മെഡിക്കൽ കോളേജ് ബിൽഡിങ്ങിലേക്ക് ഇടിച്ചു കയറുകയും 200-ലധികം യാത്രക്കാരുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്ത ഒരു അപകടമാണ് അഹമ്മദാബാദിൽ നടന്ന വിമാന അപകടം. ഇതിൽ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്. ഈ അപകടത്തിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, വിജയ് രൂപാണി. മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഈ അപകടത്തിൽ അന്തരിക്കുകയുണ്ടായി. ഇപ്പോൾ ശ്രദ്ധിക്കുക, 2025 ജൂൺ 12 അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനം ഏതാണ്? ബോയിങ് 7878 ഡ്രീം ലൈനറാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 2025 ജൂണിൽ അറബിക്കടലിൽ വെച്ച് തീപിടുത്തമുണ്ടായ ചരക്ക് കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ MV വാൻഹായ് 503 ആണ്. ഏതാണ്? MV വാൻഹായ് 503 ആണ്. ഇതെവിടെ വെച്ചാണ് ഉണ്ടായത്? അറബിക്കടലിൽ വെച്ചാണ് ഉണ്ടായത്. കണ്ണൂരിലെ അഴീക്കൽ ബേപ്പൂർ ഭാഗത്ത് വെച്ചാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത്. എവിടെ വെച്ചാണ്? അറബിക്കടലിൽ വെച്ചാണ് ഇത് അപകടമുണ്ടായി. എന്നാൽ എറണാകുളം കൊച്ചി കടൽ ഭാഗത്തായിട്ട് ഒരു കപ്പൽ മുങ്ങുകയുണ്ടായി. അത് ഏതാണ്? MSC എൽസ ആണ്. MSC എൽസ എന്ന ചരക്ക് കപ്പലാണ് മുങ്ങുകയുണ്ടായത്. അത് നൈജീരിയൻ പതാക വഹിക്കുന്ന കപ്പലാണ്. MSC എൽസ നൈജീരിയൻ പതാക വഹിക്കുന്ന കപ്പലാണ്. എന്നാൽ MV വാൻഹായ് ഏത് പതാക വഹിക്കുന്നതാണ്? സിംഗപ്പൂർ പതാക വഹിക്കുന്ന ചരക്ക് കപ്പലാണ് MV വാൻഹായ് 503. MV വാൻഹായ് 503യുടെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ 268.8 മീറ്ററാണ് ഇതിൻ്റെ നീളം വരുന്നത്. ഇപ്പോൾ 2025 ജൂണിൽ അറബിക്കടലിൽ വെച്ച് തീപിടുത്തമുണ്ടായ ചരക്ക് കപ്പൽ ഏതാണ്? MV വാൻഹായ് 503 ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 2025 ജൂണിൽ ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ സൈനിക ആക്രമണം ഏതാണ്? ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആണ്. ഏതാണ്? 2025 ജൂണിൽ ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ സൈനിക ആക്രമണം ഏതാണ്? ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഇസ്രായേൽ ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് നടത്തിയ ഒരു ആക്രമണമാണിത്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. രാജ്യത്ത് ആദ്യമായി സ്കൂളിൽ തൊഴിൽ പഠനത്തിന് പുസ്തകങ്ങൾ തയ്യാറാക്കിയ സംസ്ഥാനം. രാജ്യത്ത് ആദ്യമായി സ്കൂളിൽ തൊഴിൽ പഠനത്തിന് പുസ്തകങ്ങൾ തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കേരളമാണ് തൊഴിൽ പഠനത്തിന് പുസ്തകങ്ങൾ തയ്യാറാക്കിയ സംസ്ഥാനം. അടുത്ത ചോദ്യം. 2024-25 സാമ്പത്തിക വർഷത്തിൽ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദന ശേഷി വർദ്ധിപ്പിച്ചതിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് ഏത് സംസ്ഥാനമാണ്? കർണാടകയാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദന ശേഷി വർദ്ധിപ്പിച്ചതിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനം. അപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ ഇതാണ്, രണ്ടാം സ്ഥാനം ഏത് സംസ്ഥാനമാണെന്ന്. രണ്ടാം സ്ഥാനം വരുന്നത് തമിഴ്നാടാണ്.
മൂന്നാം സ്ഥാനം വരുന്നത് ഗുജറാത്താണ്. ഗുജറാത്താണ് മൂന്നാം സ്ഥാനം വരുന്നത്. ഇപ്പോൾ 2024-25 സാമ്പത്തിക വർഷത്തിൽ കാറ്റിൽ നിന്നുള്ള വൈദ്യുത ഉൽപാദന ശേഷി വർദ്ധിപ്പിച്ചതിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനം നേടിയത് കർണാടകയാണ്. രണ്ടാം സ്ഥാനം തമിഴ്നാടും, മൂന്നാം സ്ഥാനം ഏതാണ്? ഗുജറാത്തുമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതുവരെയുള്ള എല്ലാ ഫിഫ ലോകകപ്പിലും യോഗ്യത നേടിയ ഏക ടീം, ഇതുവരെയുള്ള എല്ലാ ഫിഫ ലോകകപ്പിലും യോഗ്യത നേടിയ ടീം ഏതാണെന്ന് ചോദിച്ചാൽ ബ്രസീലാണ്. 1930 മുതൽ 2020 നടക്കാൻ പോകുന്ന ഫിഫ ലോകകപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ ലോകകപ്പിലും യോഗ്യത നേടിയ ക്വാളിഫൈ ആയ ടീമാണ് ബ്രസീൽ. ഏറ്റവും കൂടുതൽ ലോകകപ്പ് കിരീടങ്ങൾ നേടിയിട്ടുള്ള, അതായത് 5 ലോകകപ്പിൽ കിരീടങ്ങൾ നേടിയിട്ടുള്ള ടീം ഏതാണെന്ന് ചോദിച്ചാലും അത് ബ്രസീൽ തന്നെയാണ്. അടുത്ത ചോദ്യം, വയോജനങ്ങളുടെ ഏകാന്തത അകറ്റാൻ സർക്കാർ തയ്യാറാക്കുന്ന പദ്ധതി ഏതാണ്? സല്ലാപം. വയോജനങ്ങളുടെ ഏകാന്തത അല്ലെങ്കിൽ ഒറ്റപ്പെടൽ അകറ്റാൻ സർക്കാർ തയ്യാറാക്കുന്ന പദ്ധതിയാണ് സല്ലാപം. നമ്മൾ നോക്കിയ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടെ ഒന്ന് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച വന്യജീവി സങ്കേതം ആറളമാണ്. BR അംബേദ്കർ കേരളം സന്ദർശിച്ചതിന്റെ 75ാം വാർഷികം ആചരിച്ചത് 2025-ലാണ്. 2025 ജൂൺ 12-ന് അഹമ്മദാബാദ് അപകടത്തിൽപ്പെട്ട വിമാനം ഏതാണെന്ന് ചോദിച്ചാൽ ബോയിങ് 7878 ഡ്രീം ലൈനർ ആണ്. 2025 ജൂണിൽ അറബിക്കടലിൽ വെച്ച് തീപിടുത്തമുണ്ടായ ചരക്ക് കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ MV വാൻഹായ് 503 ആണ്. തീപിടുത്തമുണ്ടായ ചരക്ക് കപ്പലാണ്. മുങ്ങിയ ചരക്ക് കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് MSC എൽസയാണ്. 2025 ജൂണിൽ ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ സൈനിക ആക്രമണം ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആണ്. ഏതാണ്? ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. രാജ്യത്ത് ആദ്യമായി സ്കൂളിൽ തൊഴിൽ പഠനത്തിന് പുസ്തകങ്ങൾ തയ്യാറാക്കിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? കേരളം. 2024-25 സാമ്പത്തിക വർഷത്തിൽ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദന ശേഷി വർദ്ധിപ്പിച്ചതിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനം കർണാടക. ഒന്നാം സ്ഥാനം നേടിയത് കർണാടകയാണ്. ഇതുവരെയുള്ള എല്ലാ ഫിഫ ലോകകപ്പിലും യോഗ്യത നേടിയ ഏക ടീം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബ്രസീലാണ്. വയോജനങ്ങളുടെ ഏകാന്തത അകറ്റാൻ സർക്കാർ തയ്യാറാക്കുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സല്ലാപം. ഈയിടെ നടന്ന പ്രധാന കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.